അടുത്തത് സൂപ്പർമാൻ എന്ന മൂവിയിൽ ബാലേന്ദ്രൻ എന്ന് പറയുന്ന SI ജഗദീഷാണ് ചെയ്തിരിക്കുന്നത്. ഇത് അൺസെലിബ്രേറ്റഡ് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതില് ഓക്കെ, ജയറാം തന്നെ നല്ല കോമഡി ചെയ്തിട്ടുള്ള സിനിമയാണ് അത്. ജഗദീഷ് എന്തോ ഒരു സാധനം എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. ഒരു കോടതി സീനുണ്ട്. ഈ സീനില് ജയറാം കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ഭയങ്കര വളച്ചു തിരിച്ചൊരു ക്വസ്റ്റ്യൻ SI ബാലേന്ദ്രനോട് ചോദിക്കും ജഗദീഷ്. ഈ ആഭരണങ്ങൾ കണ്ടതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട കേസാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ ഈ കോടതിയെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് നുണയിലെന്ന് താങ്കൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ജഗദീഷ് അപ്പൊ അതേ തെറ്റാണ് ശരിയാണ്, ഇത് രണ്ടേ പറയുന്നുള്ളൂ. ഇത് രണ്ടും പറഞ്ഞിട്ട് പുള്ളിയുടെ എക്സ്പ്രഷനും പുള്ളിയുടെ ഒരു ടെൻഷനൊക്കെ കാണിക്കുന്നുണ്ട്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് പുള്ളി ശോഭനയുടെ ക്യാരക്ടർ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ വീട്ടിൽ വരുമ്പോഴും പത്രത്തിലൊരു ന്യൂസ് കാണുമ്പോഴും ഒക്കെ പുള്ളിയുടെ ഞെട്ടല്, പുള്ളിയുടെ റിയാക്ഷൻസ് ഒക്കെ ഭയങ്കര ഹിലേറിയസ് ആണ്. നീ എല്ലാം കലക്കി ഈശ്വര. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ തൊപ്പി നീ ഒരു കാര്യം ചെയ്യും. ആ കുളിമുറി എടുത്തോണ്ടാ, ഞാൻ ഒന്ന് കുളിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, ആ ഷേവിംഗ് സെറ്റിംഗ് എടുത്തോണ്ടാ, ഞാൻ ഒന്ന് പല്ല് വെക്കട്ടെ. എന്തെങ്കിലും എടുത്തോണ്ട് പാടി, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ. അതുപോലെ തന്നെ പുള്ളി എന്തോ പറഞ്ഞിട്ട് ചിരിക്കും. സിദ്ദിഖിന്റെ ബാക്ക് നിന്ന് ചിരിക്കും. സിദ്ദിഖ് നോക്കുമ്പോൾ ചിരി നിർത്തും, പിന്നെയും ചിരിക്കും. സല്യൂട്ട് ചെയ്തിട്ടില്ല എന്ന് ഓർത്തിട്ട് സല്യൂട്ട് ചെയ്യും. എന്താണോ ആദ്യം സല്യൂട്ട് മറന്ന് അത് അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് ബാലേന്ദ്രൻ ഫ്രം സൂപ്പർമാൻ. ചോദ്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞ പോരെ? അത് പിന്നെ ഒരു കള്ളന്റെ ചോദ്യം ഒരു സബ് ഇൻസ്പെക്ടർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമേജിനെ തന്നെ ബാധിക്കില്ലേ? പിന്നെ ഇപ്പൊ കൊട്ടക്കണക്കിന് ഇമേജ് അല്ലേ കൊണ്ട് തന്നിരിക്കുന്നത്. മേഘം സിനിമയിലെ കുഞ്ഞൂട്ടൻ ചെയ്തിരിക്കുന്ന കൊച്ചിങ്ങൻ ഈഫയാണ്. കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞാല് ആ വീട്ടില് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. KP ലളിത അവിടുത്തെ അമ്മയാണ്. അപ്പോൾ അവിടെ നല്ല സ്വത്തുണ്ട്, അവിടെ കൃഷി കാര്യങ്ങളൊക്കെ നടക്കുന്നു. പുള്ളി മാത്രം ജോലിക്കൊന്നും പോവാതെ എപ്പോഴും ടവലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഫുൾ ടൈം ഫുഡ്. ഇരിക്കുന്നത് എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. ഇന്ന് തന്തച്ചോറ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ കളിയാക്കും. നമ്മളൊക്കെ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി ഞാൻ ഇരുന്നിട്ടുണ്ട്. പത്തായം കൊണ്ട് നിറയട്ടെ, തിന്നു മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. അതാണ് പെട്ടെന്ന് ഓർമ്മ വരിക കുഞ്ഞിക്കുട്ടന്റെ ക്യാരക്ടർ. കുഞ്ഞിക്കുട്ടന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കുട്ടന് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. കുഞ്ഞുകുട്ടൻ ആ നാട്ടിലെ ഒരു ഭയങ്കര പണക്കാരനാണ്, ഓണർ ഷൺമുഖം. അപ്പൊ ഷൺമുഖത്തിന് മീനാക്ഷിയോട് ഒരു ഇഷ്ടമുണ്ട്. സോ ഇത് മുതലെടുത്തിട്ട് മീനാക്ഷിയുടെ പേരും പറഞ്ഞ് ഷൺമുഖത്തിന്റെ ഗോഡിഗ് ചെയ്യാണ്. ഓരോ സാധനങ്ങൾ മേടിക്കുകയാണ്. സാരി മേടിക്കുക, സ്വർണം മേടിക്കുക, മാല മേടിക്കുക, പൈസ മേടിക്കുക, എങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. അപ്പൊ ഇതൊക്കെ ഷൺമുഖം കൂട്ടി ചോദിക്കുന്ന സമയത്ത് ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാർ. കൊച്ചിങ്ങൻ ഈഫയുടെ ഒരു ഭയങ്കര വലിയ പ്രത്യേകതയാണ് പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താലും വേറെ ആരെങ്കിലും ചെയ്താലും ഭയങ്കര അലമ്പായി പോകും. പക്ഷെ പുള്ളിയുടെ ടൈമിങ് വേറെയാണ്. പുള്ളിയുടെ കംപ്ലീറ്റ്ലി വേറെ ടൈമിംഗിലാണ് പുള്ളി അത് ചെയ്യുന്നത്. 50,000 എനിക്ക് റോക്കറ്റോ? ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. അതിനെന്ത് വില വരും? ഒരു 50,000 എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. ഈ ഭക്ഷണം കഴിക്കുന്ന രീതിയിലും ഭക്ഷണം ഉരുട്ടുന്ന രീതിയിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഭയങ്കര പുള്ളി ഒരു സീനിൽ പെർഫോം ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിന് പുറത്തേക്ക് പുള്ളി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ആക്ടറാണ് കൊച്ചിങ്ങൻ ഈഫ. പഞ്ചാബി ഹൗസിലെ മുതലാളി ആയാലും പല സിനിമകളിലും ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോഴും ഇതത്ര സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടറാണ് കുഞ്ഞൂട്ടൻ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ലിസ്റ്റില് കുഞ്ഞൂട്ടൻ വരുന്നത്. കുഞ്ഞൂട്ടൻ